പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണറെ സമീപിച്ച ABVP. സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനുണ്ടായ വീഴ്ച ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ABVP ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സംഭവിച്ച വീഴ്ചയിൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിക്കണമെന്നും ഗവർണർക്ക് നൽകിയ കത്തിൽ ABVP ആവശ്യപ്പെട്ടതായി ABVP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥിനികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിലെ ദുരൂഹതകൾ ഇനിയും പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ അനാസ്ഥ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥ, ഈ 2 കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണത്തിന് പരിമിതികൾ ഉള്ളതിനാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി ഗൗരവകരമായി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ഇന്ന് ABVP പരാതി നൽകിയിട്ടുണ്ട്. ABVPയുടെ സംസ്ഥാന ഭാരവാഹികൾ അമ്മു സജീവന്റെ വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഏതറ്റം വരെയും നിയമപരമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണെന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുവാനും ABVP തീരുമാനിച്ചിട്ടുണ്ട്. മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിനപ്പുറം നിലവിൽ ഉയർന്നു വരുന്ന പല ദുരൂഹതകളിലും ഉത്തരം തേടേണ്ടതുണ്ട്. ഒരുപക്ഷെ അതെല്ലാം അന്വേഷണ പരിധിയിൽ വരണമെന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ABVP മുന്നോട്ട് വയ്ക്കുന്നത്? ഹലോ മിഥുൻ, കേൾക്കാമെങ്കിൽ ഒരുപക്ഷെ ഈയൊരു അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവിധ ദുരൂഹത നിറഞ്ഞ പല വിഷയങ്ങളുമുണ്ട്. ഒരുപക്ഷെ അതിനെല്ലാം കൃത്യമായൊരു ഉത്തരം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയല്ലേ പ്രധാനമായും ABVP മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് ABVP മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മു സജീവനെ പ്രവേശിപ്പിച്ചതിന് ശേഷം അമ്മുവിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. ആരോഗ്യ വകുപ്പിനുണ്ടായിരിക്കുന്ന ഗുരുതര വീഴ്ചയിൽ അന്വേഷണം വേണം. പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്നതിന് പോലീസിനോട് നിർദ്ദേശിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള ഗവർണർക്ക് ABVP കത്ത് നൽകിയിരിക്കുന്നത്. CMO അടക്കമുള്ള ആളുകളെ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ആളുകളെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നുള്ള ഒരു തുടർ അന്വേഷണമാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്നും ABVP ചൂണ്ടിക്കാണിക്കുന്നു. കോളേജ് അധികൃതർക്കും ഹോസ്റ്റലിനും ഉണ്ടായിരിക്കുന്ന വീഴ്ചയ്ക്കൊപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ABVP സമര പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പരിപൂർണമായിട്ടുള്ള വിദ്യാഭ്യാസ ബന്ദ് പത്തനംതിട്ട ജില്ലയിൽ ആചരിച്ചുകൊണ്ടുമൊക്കെയായിരുന്നു ഈ ഒരു വിഷയത്തിൽ സമര പ്രക്ഷോഭങ്ങൾ ABVP ഈ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന, അറസ്റ്റിലായിരിക്കുന്ന 3 പ്രതികളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിനപ്പുറം ആരോഗ്യ വകുപ്പിന് ഉണ്ടായിരിക്കുന്ന ഗുരുതര വീഴ്ച, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതര വീഴ്ച കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ABVP ആവശ്യപ്പെടുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അമ്മു സജീവന്റെ ഇന്ന് ABVP സംസ്ഥാന ഭാരവാഹികൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. വിഷ്ണു, ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.